പതിവ് പോലെ പത്രം വായിച്ചുകൊണ്ടിരുന്ന ലൈഫ് ബോയ് സോപ്പ് ആ വാർത്ത കണ്ട് ഞെട്ടിത്തരിച്ചു. ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് ജയിലിൽ കഴിഞ്ഞിരുന്ന കൊടും ഭീകരൻ കൊറോണ വൈറസ് ജയിൽ ചാടിയിരിക്കുന്നു. ഡെറ്റോൾ സോപ്പ് പേടിച്ചു വിറച്ചു. നമുക്കൊറ്റയ്ക്ക് അവനെ തടയാൻ പറ്റില്ല, ഞാൻ എൻ്റെ കൂട്ടുകാരെ കൂട്ടിയിട്ട് വരാം. ലൈഫ് ബോയ് പുറത്തേക്കോടി. പക്ഷേ അവൻ ചെന്ന് പെട്ടത് ആ കൊടും കുറ്റവാളിയുടെ മുന്നിലായിരുന്നു. ഞാൻ ഒരിക്കലും പുറത്തിറങ്ങലെന്ന് കരുതിയോടാ പന്ന സോപ്പേ. സോപ്പ് പഴയ സോപ്പ് തന്നെ, പക്ഷേ കൊറോണ പഴയ കൊറോണയല്ല. പേടിച്ച് വിറച്ചു പോയ ലൈഫ് ബോയ് ഒരു മന്ത്രം ഉരുവിട്ടു. ലൈഫ് ബോയ് എവിടെയാണ്, അവിടെയാണ് ആരോഗ്യം. അതോടെ ലൈഫ് ബോയ് സോപ്പ് ആരോഗ്യവാനായി, ധൈര്യവാനായി. കുത്തേ കമീനെ കൊറോണെ, നിനക്ക് തെറ്റി. നിന്നെ ഞങ്ങൾ ഇത്തവണയും പൂട്ടും. കൊറോണ പൊട്ടിച്ചിരിച്ചു. നിങ്ങളോ? ആരാടാ നിന്റെ കൂടെ? ലൈഫ് ബോയ് കൈ ചൂണ്ടി. നിന്നെ ഇല്ലാതാക്കാനുള്ള മുഴുവൻ രൗദ്രഭാവങ്ങളും ആവാഹിച്ച ആ മൂർത്തികളെ ദേ നോക്കടാ. കൊറോണ ഭയപ്പാടോടെ തിരിഞ്ഞു നോക്കി. N95 മാസ്കും സാനിറ്റൈസർ ബോട്ടിലും. പേടിച്ച് വിരണ്ട കൊറോണയ്ക്ക് നേരെ അവരലറി. ഞങ്ങളെ 3 പേരെയും ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് ഇവിടുത്തെ ആളുകൾ. നീ വന്ന വഴിയെ തിരിച്ചു വിട്ടോ കൊറോണയെ. ഹാപ്പി ഡ്രോയിങ്, സനീഷ് ദിവാകരൻ.